ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല കിട്ടിലൻ ടേസ്റ്റോട് കൂടിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇഫ്താറിനാണെങ്കിലും 4 മണിക്കാണെങ്കിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റി സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വേണ്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാബേജൊക്കെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് സോസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു അല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. അതിനുശേഷം കുറച്ചുകൂടെ ഒന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസിലേക്ക് ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ 1/4 ഭാഗത്തോളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റ് ആവുന്നവരെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് മാറും. അപ്പോൾ ഇതുപോലെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിലൊരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സോസ് ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം എരിവില്ലാതെയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 ബ്രെഡ് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ടൈറ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വീണ്ടും 2 ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 4 ബ്രെഡാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സോസിൻ്റെ ആ ഒരു ലൂസിനനുസരിച്ചായിരിക്കും നമ്മൾ ബ്രെഡിൻ്റെ അളവ് വേണ്ടി വരിക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം സോസ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് കയ്യിലൊരു അല്പം ഓയിലാക്കി കൊടുത്തിട്ട് ഇതൊന്ന് ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിതിവിടെ ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു മുട്ടയിൽ മുക്കാതെ നേരെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടും ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് സോസൊക്കെ ചേർത്തല്ലേ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിലൊക്കെ മുട്ട അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മുട്ട മിക്സിൽ മുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ മുട്ടയിൽ മുക്കാതെ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായ ശേഷം ഇതിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും ബ്രൗൺ കളർ ആവുന്നതുവരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ നിറം ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതധികം സ്പൈസി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പൈസി വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിവിടെ 2 വശവും ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷവർമയുടെ ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്